എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. സമയമില്ല, ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. സെറ്റ് എത്തിയല്ലേ? 2 3 4 ദിവസം കൂടിയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇന്ന് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക്. അതുപോലെ കറണ്ട് അഫയേഴ്സും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സും കൂടെ വരുന്നുണ്ട്. അതിൽ ഓൾ ഇൻ വൺ എന്നുള്ള മോഡലിലാണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അതായത് കറണ്ട് അഫയേഴ്സും റിസർച്ച് മെത്തേഡും. കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് വാക്ക് തരാനൊന്നും പറ്റില്ല. കുറച്ച് ചോദ്യങ്ങൾക്ക് എങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, ഓക്കെ, കുറെ ടോപ്പിക്സിനെ മിക്സ് ചെയ്തിട്ട് ഒരു സെഷൻ ഇറക്കാൻ പ്ലാൻ ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കൂടെ കൂടാം. അപ്പോൾ ഇനി അധികം വർത്താനമൊന്നുമില്ല, ഡയറക്റ്റ് ചോദ്യങ്ങളിലേക്ക് പോവാം. വിച്ച് ഈസ് ആൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? ഇതിനൊരു മലയാളം തർജ്ജമ വേണ്ടല്ലോ. ഓക്കെ, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് നിലകൊള്ളുന്നത് ആരാണ്? ലാംഗ്വേജ് കമ്മീഷൻ ആണോ, പ്ലാനിംഗ് കമ്മീഷൻ ആണോ, ഇലക്ഷൻ കമ്മീഷൻ ആണോ, ഫിനാൻസ് കമ്മീഷൻ ആണോ? ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി മുഴുവൻ അറിവ് വേണമെന്നല്ല ഞാൻ പറയുന്നത്, അത് ഉണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, കാരണം ചില ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് ലീഗലി ഉള്ളതാണ് എന്ന്. അപ്പൊ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് ഉള്ളത് ഇതിൽ ഏതാണ് നിൽക്കുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ ആണ് നിൽക്കുന്നത്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷനാണ് ഈ പറഞ്ഞതിലുള്ള എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ആലോചിക്കുക, ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിയിൽ വരുന്നത് ആണ്. ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ ഉണ്ട്, ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ ഉണ്ട്, ലാംഗ്വേജിന് ആർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് എലക്റ്റഡ് ആണോ, അപ്പോയിന്റഡ് ആണോ, നോമിനേറ്റഡ് ആണോ, സെലക്റ്റഡ് ആണോ? സംശയം വരുത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോയിന്റഡ് ആണ്. അദ്ദേഹത്തിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? പ്രൈം മിനിസ്റ്റർ നമ്മൾ വോട്ട് ചെയ്തിട്ടല്ലല്ലോ വരുന്നത്. നിങ്ങൾ ആരെങ്കിലും നരേന്ദ്രമോദിക്ക് ഇപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അവിടെ നിന്നുള്ള ബാക്കിയുള്ള വോട്ടിംഗ് പ്രകാരമാണ് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The declaration that democracy is a government of the people, by the people, for the people was made by. ഈ ഒരു കോട്ട് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്കായി, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ ഭരിക്കുന്നതാണ് ഡെമോക്രസി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ കോട്ട്, ഈ ഡെമോക്രസിയെ പറ്റിയിട്ടുള്ള ഈ ഒരു വാക്യം പറഞ്ഞത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ജോർജ് വാഷിംഗ്ടൺ ആണോ, വിൻസ്റ്റൺ ചർച്ചിലാണോ, അബ്രഹാം ലിങ്കൺ ആണോ, തിയോഡോർ റൂസ്വെൽറ്റ് ആണോ? ഈ 4 പേരും പ്രശസ്തരാണ് അവരവരുടെ മേഖലകളിൽ, അവരവരുടെ രാജ്യങ്ങളിൽ. ജോർജ് വാഷിംഗ്ടനെയും അബ്രഹാം ലിങ്കണെയും ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കില്ല. റൈറ്റ്. അപ്പൊ ഈ വാക്ക് കൊണ്ടുവന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അബ്രഹാം ലിങ്കൺ ആണ്. അദ്ദേഹം എങ്ങനെയാ മരിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സ്ലേവറിക്കെതിരെ, ഒപ്രഷനെതിരെയൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട്, അല്ലെ, പട നയിച്ചു അമേരിക്കയിൽ. അതിനുശേഷം അദ്ദേഹത്തിനെ ഒരു പൊതുനിരത്തിൽ, ഒരു വേദിയിൽ ഉള്ള ഒരു സമയത്ത് കുത്തിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ആര്? ഇതിനെ എതിരെ ആയിട്ടുള്ളവർ, ചിലപ്പോൾ അവിടുത്തെ ഭൂഷാസികളായിരിക്കാം, അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അദ്ദേഹം അങ്ങനെ മരണപ്പെട്ട ഒരാളാണ്. നല്ലത് ചെയ്തിട്ട് മരിക്കുന്ന കുറെ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അതിൽ ഒരാളാണ് എബ്രഹാം ലിങ്കൺ, വേറൊരാളാണ് മഹാത്മാഗാന്ധി, കുറെ ആൾക്കാരുണ്ട്. ഇന്ത്യ അറ്റൈൻഡ് ഡൊമീനിയൻ സ്റ്റാറ്റസ് ഓൺ. ഇന്ത്യ ഡൊമീനിയൻ സ്റ്റാറ്റസിലേക്ക് വന്നത് എന്നാണ്? ബേസിക്കലി ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. 15 ജനുവരി 1947 ആണോ, 15 ഓഗസ്റ്റ് 1947 ആണോ, 15 ഓഗസ്റ്റ് 1950 ആണോ, 15 ഒക്ടോബർ 1947 ആണോ? ഇപ്പൊ ഞാൻ വോയിസ് റൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. 15 ഓഗസ്റ്റ് 1947 ആണ്. ഓക്കെ, ഇങ്ങനെ പലതും പല ആൾക്കാരും ചെയ്യും. റൈറ്റ്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സും ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റുകൾ എവിടുന്ന് എടുത്തിട്ടുള്ളതാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടുന്ന് എടുത്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കയറി നോക്കാം. അപ്പൊ ഇത് രണ്ടും രണ്ട് രാജ്യത്തു നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇലീഗൽ ടേംസ് ബോറോ ചെയ്യുന്നത് ഓരോരോ രാജ്യങ്ങളിൽ നിന്ന് ഓരോന്നാണ്. ഇപ്പൊ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എടുത്തിട്ടുള്ള അയർലാൻഡിൽ നിന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റുകൾ എടുത്തിട്ടുള്ളത് USA എന്നാന്ന് പറഞ്ഞു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്തിട്ടുള്ളത് USSRൽ നിന്നാണ് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം കേട്ടോ, ക്ലാസ് കാണുമ്പോൾ അത് കേട്ട് പോകരുതേ. നിങ്ങളൊന്ന് മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് വെക്കണം. അപ്പോ ഇനി പോട്ടെ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഗാർഡിയൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന് നിങ്ങൾക്ക് വയലേഷൻ വന്നു കഴിഞ്ഞാൽ ആർക്കാണ് നിങ്ങൾ മുന്നിലേക്ക് പോകാൻ പറ്റും? ആരുടെ സഹായം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും? ലെജിസ്ലേച്ചർ ആണോ, എക്സിക്യൂട്ടീവ് ആണോ, പൊളിറ്റിക്കൽ പാർട്ടീസ് ആണോ, ജുഡീഷ്യറി ആണോ? ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് സഹായം ചോദിക്കാൻ പറ്റുക? ഒരു സംശയം വേണ്ട, കോടതിയും അതുപോലെയുള്ള കാര്യങ്ങൾ, ജുഡീഷ്യറി ആണ്. നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടി സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, ആദ്യം സുപ്രീം കോടതി,
പിന്നെ ഹൈക്കോടതി, ഇങ്ങനെയാണ് താഴത്തേക്ക് വരുന്നത്. സർക്കാരിയ കമ്മീഷൻ വാസ് കൺസേൺഡ് വിത്ത്, ഈ കമ്മീഷൻസിന്റെ മുഴുവൻ ഒന്നും നമുക്ക് ഇപ്പൊ ഈ കുറഞ്ഞ ടൈമിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കമ്മീഷൻസ് ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കുക, ഒരു മേജർ ഒരു 10 കമ്മീഷനൊക്കെ ഏതാണെന്ന് നോക്കുക. അപ്പൊ എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ വൈസ് കമ്മീഷൻസ് വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാരിയ കമ്മീഷൻ വന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിന് വേണ്ടിയിട്ടാണോ, ഇലക്ട്രൽ റിഫോംസിന് വേണ്ടിയിട്ടാണോ, ഫിനാൻഷ്യൽ റിഫോംസിന് വേണ്ടിയിട്ടാണോ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിന് വേണ്ടിയിട്ടാണോ? ഡയറക്റ്റ് ചോദ്യമാണ്, അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, അതായത് കേന്ദ്രവും അതുപോലെ ഓരോ സംസ്ഥാനവും തമ്മിലുള്ള റിലേഷൻസ്. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം കേരളവും, അല്ലെങ്കിൽ കേരളവും നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് തമ്മിലുള്ള ഒരു വാക്തർക്കങ്ങളും ഫണ്ട് ചോദിക്കുന്നതും ഒക്കെ. അപ്പൊ ഇതിനെ ഒരു ബേസിൽ നിർത്തണമല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അടിപിടിയായിരിക്കും. അപ്പൊ അതിനെ നിർത്താൻ വേണ്ടിയിട്ട്, അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ കമ്മീഷൻ ആക്ച്വലി കൺസേൺ ചെയ്തിട്ടുള്ളത്. The Speaker of the Lok Sabha has to address his or her ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ടു, ലോക്സഭയിലെ സ്പീക്കർ ഉണ്ട്. അത് ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണെന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചില കാര്യങ്ങളോട് നിങ്ങളോടൊന്ന് സെർച്ച് ചെയ്യാൻ പറയും, അത് എനിക്ക് പറഞ്ഞു തരാൻ മടിയുണ്ടായിട്ടല്ല. നമ്മളെ സ്വയം ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്. മറ്റത് ഞാൻ എന്നുള്ള ഒരു വ്യക്തിയോട് എന്ത് പറയുന്നു അത് മാത്രം കേട്ട് നിങ്ങൾ പോകും. അപ്പൊ നിങ്ങളുടെ അറിവ് സ്വയം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ സമയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണെന്ന്. ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കറിന്റെ റെസിഗ്നേഷൻ അദ്ദേഹം ആർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. സ്പീക്കർ ഓഫ് ലോക്സഭ. ഓക്കെ, വരുന്നുണ്ട്, ഒരു സെക്കൻഡ്. റൈറ്റ്, സോറി. അപ്പൊ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണോ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണോ, ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭയാണോ, മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആണോ? ഇതിൽ ആർക്കാണ് സ്പീക്കറിന്റെ റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്? പ്രൈം മിനിസ്റ്റർക്കാണോ, പ്രസിഡന്റിനാണോ, ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സിന് വേണ്ടിയിട്ടാണോ? ആർക്കാണ് കൊടുക്കുക? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് കൊടുക്കുക. അപ്പൊ സ്പീക്കറിന്റെ താഴെ ആരാളുള്ളത്? ഡെപ്യൂട്ടി സ്പീക്കർ ആണുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഒന്ന് ചർച്ച ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ജുഡീഷ്യൽ റിവ്യൂ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ജുഡീഷ്യൽ റിവ്യൂവിന്റെ പ്രാധാന്യം ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോദിക്കുന്നത് അത് എന്തിനായിട്ടുള്ളതാണെന്നാണ്. അപ്പോ ബേസ്ഡ് ഓൺ എന്നാണ് ചോദിക്കുന്നത്. റൂൾ ഓഫ് ലോവിന് വേണ്ടിയിട്ടാണോ, ഡ്യൂ പ്രോസസ് ഓഫ് ലോവിന് വേണ്ടിയിട്ടാണോ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോവിന് വേണ്ടിയിട്ടാണോ, പ്രസിഡൻസ് ആൻഡ് കൺവെൻഷൻസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂസ് കൊടുക്കുന്നത്? അതായത് ഒരു നിയമം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വിധി വന്നു, അതിൽ ജുഡീഷ്യൽ റിവ്യൂസ് എടുക്കാം നമുക്ക്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഇതിൽ ഏതിനു വേണ്ടിയിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് ചോദിക്കുന്നത്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, അതായത് ലോ മൂലമുണ്ടാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അത് റിവ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ജുഡീഷ്യൽ റിവ്യൂ വരുന്നത്. അതായത് ലോ കാരണമാണല്ലോ നമുക്കൊരു കാര്യം എടുക്കേണ്ടി വരിക. ഇപ്പൊ ഇന്ന ലോ കാരണം പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല, അത് ലോ ആണ്. അപ്പൊ അതിൽ തിരുത്തണം, ഒരു ജുഡീഷ്യൽ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പൊ അത് ലോ ബേസ് ചെയ്തിട്ടുള്ള, ലോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സിനെയാണ് ഒന്നും കൂടെ നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ പണ്ട് തിയേറ്ററുകളിൽ എഴുന്നേറ്റ് നിൽക്കണം ജനഗണമന ഇടുമ്പോ എന്ന് വെച്ചു, അതിന് കുറെ ആൾക്കാർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, നല്ല രീതിയിലും മോശം രീതിയിലും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഒരു പരിധിയിൽ വരുന്നതാണ്. കാരണം വന്ന നിയമത്തിനെ ഒന്നും കൂടെ നമ്മൾ ഒന്ന് ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള നിയമങ്ങൾ കിട്ടും. ദ ഡ്രാഫ്റ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് കംപ്ലീറ്റഡ് ഓൺ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക, ഇതൊക്കെ നമ്മളെ തലവേദന പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് എഴുതാൻ 10 പേരുണ്ടായിരിക്കും, ആ ബോഡിയിൽ കുറച്ച് പേരുണ്ടായിരിക്കും, അത് വന്ന ഒരു ഡേറ്റ് വേറെ ആയിരിക്കും, ഇംപ്ലിമെന്റ് ചെയ്ത ഡേറ്റ് വേറെ ആയിരിക്കും. കൺഫ്യൂഷൻ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. കൺഫ്യൂസ്ഡ് ആവരുത്. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കംപ്ലീറ്റ് ചെയ്തത് എന്നാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്തിനാ? അംബേദ്കർ ആയിരുന്നു അതിന്റെ ചെയർമാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെഡ്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ ഏൽപ്പിച്ച കുറച്ച് ആൾക്കാർ, അവരെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എഴുതുക എന്നാണ് അർത്ഥം. അപ്പൊ അവരുടെ പണി തീർത്ത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നിലേക്ക് വെച്ചത് എന്നായിരുന്നു, അവരുടെ എഴുത്ത് കഴിഞ്ഞത് എന്നായിരുന്നു എന്നാണ് ചോദിക്കുന്നത്.
26 ജനുവരി 1950, 26 ഡിസംബർ 1949, 26 നവംബർ 1949, 30 നവംബർ 1949. ഇതൊരു ഇമ്പോർട്ടന്റ് ഡേറ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു, കാരണം ഇത് പല പരീക്ഷകളിലും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. 26 നവംബർ 1949 ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അവരുടെ പരിപാടികൾ അല്ലെങ്കിൽ അവരുടെ എഴുത്തൊക്കെ കംപ്ലീറ്റ് ആക്കുന്നത്. ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രാഫ്റ്റ് കമ്മിറ്റിയൊക്കെ ഉൾപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു അസംബ്ലിയാണ്. അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ആണോ, പട്ടേൽ ആണോ, രാജേന്ദ്ര പ്രസാദ് ആണോ, BR അംബേദ്കർ ആണോ എന്നാണ് ചോദിക്കുന്നത്. രാജേന്ദ്ര പ്രസാദ് ആണ്, മാറരുത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അംബേദ്കറിന്റെ റോള് വേറെ ആയിരുന്നു. ഇവിടെ ചോദിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അംബേദ്കർ വേറെ ഒരു സ്ഥാനത്താണ് ഇരുന്നത്. അത് നിങ്ങൾ ആ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അപ്പൊ അംബേദ്കറിനെയും രാജേന്ദ്ര പ്രസാദ് ജിനെയും തമ്മിലുള്ള റോൾസ് കൺഫ്യൂസ്ഡ് ആവരുത്. പ്രസിഡന്റ് ആണ് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. പ്രസിഡന്റ് പ്രസാദ് അങ്ങനെ ആലോചിച്ചാലും മതി. എന്താണോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം അങ്ങനെ ആലോചിക്കുക. Which innovative discussion process is introduced by the Indian Parliament to the world parliamentary systems? ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഇന്ത്യയിൽ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. 0 ഇന്ത്യയിലാണ് കണ്ടുപിടിച്ചത്. ഇങ്ങനെ പല കാര്യങ്ങൾ ഇന്ത്യയിൽ കണ്ടുപിടിച്ചു. ഇനി കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർലമെന്ററി ടേംസിലേക്ക് വരുമ്പോൾ ഇന്ത്യ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്നിട്ട് അത് വേൾഡ് പാർലമെന്റിന് കൊടുത്തിട്ടുമുണ്ട്. അതായത് ഇന്ത്യയിൽ മാത്രം സവിശേഷമായി നിൽക്കുന്ന ഒരു കാര്യം, അത് പിന്നീട് ബാക്കിയുള്ള ഇതിലേക്കൊക്കെ നമ്മൾ കൊടുത്തു. ഇപ്പൊ 0 നമ്മൾ കണ്ടുപിടിച്ച് ബാക്കിയുള്ളവർക്ക് കൊടുത്തു എന്ന് പറയുന്ന പോലെ ഇതിലേതാണ് ബാക്കിയുള്ളതിലേക്ക് കൊടുത്ത പ്രധാനപ്പെട്ട കാര്യം? ക്വസ്റ്റ്യൻ അവർ ആണോ, 0 ഹവർ ആണോ, റെസൊല്യൂഷൻസ് ആണോ, പ്രസിഡൻഷ്യൽ സ്പീച്ച് ആണോ? ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വെട്ടിക്കളയാൻ പറ്റും. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാൻ പഠിക്കണം. ഓക്കെ, ആദ്യം തന്നെ ഒരു ചോദ്യം കിട്ടുമ്പോൾ ഏറ്റവും ഇല്ല എന്ന് തോന്നുന്നതിനെ എലിമിനേറ്റ് ചെയ്യുക. ബാക്കി 1-2 എന്തായാലും ബാക്കി വരുള്ളൂ. അതിൽ നിന്ന് നമുക്ക് എന്തായാലും തിരഞ്ഞെടുക്കാൻ പറ്റും. റൈറ്റ്. ഇനി ഇത് ഏതാണ്? 0 ഹവർ ആണ് ഇന്ത്യ ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ദ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് റിട്ടയർ അറ്റ് ദ ഏജ് ഓഫ്. ഈ ജഡ്ജസ്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഇതൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. കഴിയുന്നത് കവർ ചെയ്യാൻ നോക്കാം. 60 വയസ്സാണോ, 65 വയസ്സാണോ, 62 വയസ്സാണോ, 58 വയസ്സിലാണോ സുപ്രീം കോടതി ജഡ്ജസിന് റിട്ടയർ ചെയ്യേണ്ട പ്രായം? 65 വയസ്സിലാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് മെച്യൂരിറ്റി ആവാൻ കുറച്ച് കാലം എടുക്കുന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, റൈറ്റ്. The National Commission for Minorities was constituted in the year. അത് നല്ലൊരു ചോദ്യമാണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള മൈനോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ എന്നാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്നത്? 1990-ലാണോ, 92-ലാണോ, 1980-ലാണോ, 89-ലാണോ എന്നാണ് ചോദിക്കുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, മൈനോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ എന്ന് വന്നു? 1992-ലാണ് മൈനോറിറ്റീസ് കമ്മീഷൻ വന്നിട്ടുള്ളത്. ദ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ വാസ്. അടിപൊളി ചോദ്യം. ലോക്സഭയുടെ ഫസ്റ്റ് സ്പീക്കർ ആരാണെന്ന് ചോദിക്കുന്നത്. എസ് രാധാകൃഷ്ണൻ, അനന്തശയനം അയ്യങ്കാർ. ഭയങ്കര രസമുള്ളൊരു പേരല്ലേ, അനന്തശയനം അയ്യങ്കാർ. ഓക്കെ. സർദാർ ഹുക്കും സിംഗ്, GV മാവ്ലങ്കർ. അത് അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്ക് ഇപ്പോൾ സംശയമുണ്ട്. മേവ്ലങ്കർ എന്നാണോ മാവ്ലങ്കർ എന്നൊക്കെയാണോ എന്നറിയില്ല. റൈറ്റ്. എന്തായാലും ഫസ്റ്റ് ലോക്സഭ സ്പീക്കർ എന്ന് പറയുന്നത് GV മാവ്ലങ്കർ ആണ്. ഓക്കെ. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ് ബൈ ദ. അടിപൊളി. നിങ്ങൾക്ക് എല്ലാ റൈറ്റും തന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആർക്കാണ് ഇത് സസ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. ഗവർണർക്കാണോ, പ്രസിഡന്റിനാണോ, ലോ മിനിസ്റ്റർക്കാണോ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർക്കാണോ? ആർക്കാണ് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുക? അതായത് നിങ്ങൾക്ക് അതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്, എത്ര ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് എന്ന്. അപ്പോ ഏത് രാജ്യത്ത് നിന്ന് എടുത്തതെന്നൊക്കെ നമുക്ക് മനസ്സിലായി, പക്ഷെ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണമല്ലോ. റൈറ്റ്. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? ഒരു പേടിയും പേടിക്കേണ്ട, പ്രസിഡന്റിനാണ്. നോട്ട് നിരോധിക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പ്രൈം മിനിസ്റ്റർക്ക് പറ്റുള്ളൂ. നിങ്ങളെ അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, രാജ്യത്തിന്റെ പ്രഥമ പൗരനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പ്രസിഡന്റിനെയാണ്. അതായത് അദ്ദേഹമാണ് ആദ്യത്തെ പൗരൻ. അദ്ദേഹമാണ് പൗരാവകാശം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, അതിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനിക്കാനുള്ളത് പ്രസിഡന്റ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് മാച്ച്? അടിപൊളി. ഹിന്ദു മാരേജ് ആക്ട് 1955, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971, ഡൊമസ്റ്റിക് വയലൻസ് ഓൺ വിമൻ ആക്ട് 1990, ക്രൂവൽറ്റി അഗെയിൻസ്റ്റ് വിമൻ 1995. ഈ ഉത്തരം നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് പഠിക്കാം. ഓക്കെ.
ഡൊമസ്റ്റിക് വയലൻസ് ഓൺ വിമൻ ആക്ട് 1990 കറക്റ്റ് ആയിട്ട് മാച്ച് ആവാത്തത്. അതിന്റെ വർഷം ഏതാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്കുള്ള ജോലിയാണ്, എന്നെ തെറ്റിദ്ധരിക്കരുത്. റൈറ്റ്, ഓക്കെ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ പഠിച്ചു വെച്ചേക്കുക. ഹിന്ദു മാരേജ് ആക്ട് 1955 വന്നു. അപ്പൊ ഇനി അത് ചോദിച്ചാൽ അത് സംശയമില്ല. അതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 വന്നു. ക്രൂവൽറ്റി അഗെയിൻസ്റ്റ് വിമൻ ആക്ട് 1995 വന്നു. 3 പഠിച്ചു. 3 ഇങ്ങനെ തന്നെ മനസ്സിലിരിക്കട്ടെ. ഒന്ന് നിങ്ങൾ സ്വയം സെർച്ച് ചെയ്ത് നോക്കുക എന്താണ് ഇതിലുള്ള വ്യത്യാസം എന്നുള്ളത്. റൈറ്റ്, ഓക്കെ. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ എൻഷ്രൈൻഡ്. അപ്പൊ പാർട്ടുകളുണ്ട്. ഓക്കെ, ഓരോ പാർട്ടുകളായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ തിരിച്ചിട്ടുള്ളത്. ഈ പാർട്ടിൽ ഇതിനെപ്പറ്റി പറയുന്നു, ഈ പാർട്ടിൽ ഇതിനെപ്പറ്റി പറയുന്നു, ഈ പാർട്ടിൽ ഇതിനെപ്പറ്റി പറയുന്നു. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് പാർട്ടിലാണ് പറഞ്ഞിട്ടുള്ളത്? 4 4A ആണോ, 4B ആണോ, 5 ആണോ? 4Aയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഹൂ ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കസ്റ്റോഡിയൻ ആര്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ചെയർമാൻ ഓഫ് രാജ്യസഭ? ഡയറക്റ്റ് ആയിട്ട് വെട്ടിയുക 1-2 ചോദ്യങ്ങൾ. കൺഫ്യൂസ്ഡ് ആവുന്ന 2 ബാക്കി നിൽക്കുക. ഇനി കസ്റ്റോഡിയൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് തരാൻ അദ്ദേഹമല്ലേ. അപ്പൊ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് കസ്റ്റോഡിയൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. വിച്ച് ഹാസ് ബിക്കം എ ലീഗൽ റൈറ്റ് അണ്ടർ 44th Amendment. അപ്പോ 44ാമത്തെ അമെന്റ്മെന്റിനെ കുറിച്ച് പറയുന്നത് ഏതാണ് എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ലീഗൽ റൈറ്റ് ആയിട്ട് മാറുന്നത് 44ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ്. ഓക്കെ, അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിയമത്തിനെയൊക്കെ നമ്മൾ മാറ്റി പുതിയൊരു രീതിയിലാക്കും. അമെന്റ് ചെയ്യുക എന്ന് പറയില്ലേ? പുതിയ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾക്കനുസരിച്ച് അമെന്റ് ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പൊ 44ാമത്തെ എന്തോ ആർട്ടിക്കിളോ ആക്ടോ ഒക്കെ ഉണ്ടായിരുന്നു, അതിനെ അമെന്റ് ചെയ്ത് മാറ്റി. ആ മാറ്റുന്നതിലൂടെ ഒരു ലീഗൽ റൈറ്റ് ഇന്ത്യൻ പൗരനായിട്ടുള്ള എനിക്ക് കിട്ടി. അത് ഏത് റൈറ്റ്? ആ ഏത് ലീഗൽ റൈറ്റ് ആണ് നമുക്ക് കിട്ടിയതെന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണോ, റൈറ്റ് ടു പ്രോപ്പർട്ടി ആണോ, റൈറ്റ് ടു ജുഡീഷ്യൽ റെമഡീസ് ആണോ, റൈറ്റ് ടു വർക്ക് ആണോ? ഏതാണ് വന്നിട്ടുള്ളത്? റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ് ലീഗൽ റൈറ്റ് ആയിട്ട് മാറുന്നത്. ഇതേ ചോദ്യം വേറൊരു രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ആ ചോദ്യത്തെ വേറൊരു രീതിയിൽ മാറ്റിയതാണ്. നമ്മൾ പറഞ്ഞു അച്ഛനെ അമ്മയൊന്നും ഇനി എന്താ പറയാ, നമ്മളുടെ സ്വത്തിന് വേണ്ടിയിട്ട് പോയിട്ട് അടികൂടാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞൊരു വാക്യം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന്റെ വേറൊരു മാറ്റിയ ചോദ്യമാണ് ലീഗൽ റൈറ്റ് ആയിട്ട് മാറാൻ 44ാമത്തെ അമെന്റ്മെന്റ് ആക്ട് ഏതാണ്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഡ് B.R. Ambedkar term as heart and soul of the Indian Constitution? നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. പക്ഷെ അതിലൊരിക്കലും ആർട്ടിക്കിൾ ഏതാന്ന് പറഞ്ഞിട്ടില്ല. ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19 ഇതിൽ ഏതാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 32. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച്. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജുഡീഷ്യൽ റിവ്യൂ എടുക്കാനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? അപ്പോ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 32നെയാണ് പറയുന്നത്. ഹു വാസ് ദ ഫസ്റ്റ് ടു യൂസ് ദ ടേം സ്റ്റേറ്റ്? കുറച്ചും കൂടെ ഒരു വൈഡർ ആയിട്ടുള്ള കൺസെപ്റ്റിൽ നിന്നുള്ള ചോദ്യമാണ്. സ്റ്റേറ്റ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? അരിസ്റ്റോട്ടിൽ ആണോ, മാക്കിവെല്ലി ആണോ, ഹോബ്സ് ആണോ, പ്ലാറ്റോ ആണോ? ഈ 4 പേരെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കേൾക്കണം. ഇനി ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മാക്കിവെല്ലി എന്ന് പറയുന്ന ഒരു ഫിലോസഫർ കം ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, നല്ല ഫേമസ് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഇപ്പൊ ലിറ്ററേച്ചറിലൊക്കെ പഠിക്കുമ്പോൾ മാക്കിവെല്ലിയൻ വില്ലൻ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. മാക്കിവെല്ലിയുടെ കഥാപാത്രങ്ങളിലുള്ള ഒരു സവിശേഷതയാണ് വില്ലനിസം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വില്ലൻസ് കാണിക്കുന്ന പോർട്രേറ്റ് ആണ്. റൈറ്റ്, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? സംശയമേ വേണ്ട, ഉത്തരങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. B.R. Ambedkar ആണ് ഫാദർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അത് അടിപൊളി ചോദ്യമാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യക്കാർക്കുണ്ട്? 4, 6, 8, 6. 6 എനിക്ക് കൺഫ്യൂഷൻ വന്നിട്ട് ഇട്ടതാണ്. 10 ആണെന്നാണ് വേണ്ടത്. എന്തായാലും അത് 10 ആയാലും ഇല്ലെങ്കിലും 6 ഫണ്ടമെന്റൽ റൈറ്റുകളാണ് ഇന്ത്യക്കാർക്കുള്ളത്. 6 ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ. വാട്ട് ഡസ് ആർട്ടിക്കിൾ 21 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി? ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ പറയുന്ന എല്ലാ ചോദ്യങ്ങളും ഒന്നും വരുമെന്നുള്ള ഇതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കാനാണ് ഈ അവസാന സമയത്ത് ശ്രമിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 21
എന്താണ് ഇന്ത്യക്കാർക്ക് വേണ്ടി ഗ്യാരണ്ടി ചെയ്യുന്നത്? 21ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം ഇന്ത്യക്കാർക്ക് കിട്ടുന്ന റൈറ്റ് ടു ഈക്വാലിറ്റി ആണോ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണോ, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണോ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണോ? നമുക്ക് എന്താ ആക്ച്വലി വേണ്ടത്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി വേണം. നമ്മൾ എന്ത് പറയുമ്പോഴും പറയും ആർട്ടിക്കിൾ, ഇനി അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ പറഞ്ഞാൽ മതി, ആ ആർട്ടിക്കിൾ 21 പ്രകാരം എനിക്ക് ജീവിക്കാനും ലിബർട്ടിക്കും വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. രാത്രി 8 മണി കഴിഞ്ഞ് വീട്ടിൽ കയറിയാലും എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ മതി. ആർട്ടിക്കിൾ 21. ഓക്കെ. അപ്പോ ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നത്. ഹു ഹാസ് ദ പവർ ടു ഡിസോൾവ് ദ ലോക്സഭ? ലോക്സഭ എന്ന് പറയുന്ന പ്രശസ്തമായ കുറേ ആൾക്കാരുള്ള, നമ്മൾ ഇവിടുന്ന് ജയിപ്പിച്ച് വിടുന്ന എംപിമാരൊക്കെ പോകുന്ന, MLA മാര് എല്ലാം അങ്ങനെ ആരൊക്കെയോ പോകുന്നുണ്ട്, പോട്ടെ, അവര് പൊക്കോട്ടെ. റൈറ്റ്. അപ്പൊ ഈ ലോകസഭയെ ഡിസോൾവ് ചെയ്യാൻ, പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. പ്രൈം മിനിസ്റ്റർക്കാണോ, പ്രസിഡന്റിനാണോ, സ്പീക്കർ ഓഫ് ലോകസഭയാണോ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണോ? ഇതിൽ വെട്ടാൻ പറ്റിയ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ഉത്തരം വരുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. നാഷണൽ എമർജൻസി പ്രൊക്ലൈംഡ് അണ്ടർ ആർട്ടിക്കിൾ 352 അഫക്ട്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? അപ്പോ എത്ര എമർജൻസി പീരിയഡ്സ് നമുക്ക് ഉണ്ടായെന്ന് അറിയണം നമ്മൾ. ഓക്കെ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് നാഷണൽ എമർജൻസി. ഓക്കെ. അതുപോലെ അപ്പൊ ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി പുറപ്പെടുവിച്ചാൽ അത് ഏതിനെയൊക്കെ ബാധിക്കും? ഫണ്ടമെന്റൽ റൈറ്റുകളെ ബാധിക്കുമോ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് DPSP, അയർലാൻഡിൽ നിന്ന് നമ്മൾ കടം കൊണ്ടത്, അതിനെ ബാധിക്കുമോ? അത് ബോത്ത് എ ആൻഡ് ബി, ഇത് രണ്ടിനെയും ബാധിക്കുമോ? ഇതിനെ ഒന്നും ബാധിക്കില്ല എന്നാണ് ചോദിക്കുന്നത്. രണ്ടിനെയും ബാധിക്കും. ഫണ്ടമെന്റൽ റൈറ്റിനെയും എന്ത് ബാധിക്കും? 352 പ്രകാരമുള്ള നാഷണൽ എമർജൻസി പുറപ്പെടുവിച്ചാൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 6നെയും ബാധിക്കും. അതുപോലെ DPSP-യെയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെയും ഇത് ബാധിക്കും. ദ ടൈം ഓഫ് ഓഫീസ് ഫോർ എ മെമ്പർ ഓഫ് രാജ്യസഭ ഈസ്? ഒരു രാജ്യസഭാ മെമ്പർക്കുള്ള എത്ര കാലം രാജ്യസഭയിൽ ഇരിക്കാമെന്നാണ് ചോദിക്കുന്നത്. 3 വർഷം, 5 വർഷം, 6 വർഷം, 2 വർഷം. കൺഫ്യൂസ് ആവരുത്. ഇത് എത്ര വർഷം? 6 വർഷം. പക്ഷേ ഓരോ 2 വർഷം കൂടുമ്പോഴും അവിടെ കുറച്ച് ആൾക്കാരെ പുറത്താക്കി കുറച്ച് ആൾക്കാരെ വീണ്ടും അടുത്ത ഒരു ഇലക്ഷൻ വെച്ച് എടുക്കും. അപ്പോൾ ഞാൻ ഇന്ന് രാജ്യസഭയിൽ ചേരുകയാണെങ്കിൽ 6 വർഷം കഴിഞ്ഞ് എനിക്ക് പുറത്ത് ഇറങ്ങേണ്ടേ ഉള്ളൂ, അല്ലെങ്കിൽ എന്റെ കാലാവധി അപ്ലൈ കഴിയുള്ളൂ. പക്ഷെ എന്റെ കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു 4 വർഷം അല്ലെങ്കിൽ 6 വർഷം മുൻപ് ചേർന്നു എന്ന് വിചാരിക്കുക. ചിലപ്പോ അയാളെ ഇന്ന് മാറ്റിയിട്ടായിരിക്കും ഞാൻ ആ സ്ഥാനത്തേക്ക് വരിക. അപ്പൊ 2 വർഷം കൂടുമ്പോ അവിടെ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കും. റൈറ്റ്. 6 വർഷം ടെന്യൂർ ഉണ്ടായിരിക്കും. പക്ഷെ ഓരോ 2 വർഷം കൂടുമ്പോഴും 6 വർഷം തികഞ്ഞ ആൾക്കാരെ മാറ്റും. മനസ്സിലായോ? അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ലോകസഭയിലോ നമ്മുടെ കേരളത്തിന്റെയിലൊന്നും ഇത് മാറില്ല. 5 വർഷം കൂടുമ്പോഴേ മാറുള്ളൂ. രാജ്യസഭയിൽ മാത്രമാണ് 6 വർഷം ഒരാൾക്ക് ഇരിക്കാനുള്ള നിയമം. ഇനിയിപ്പോ എന്റെ 6 വർഷം ഇന്ന് കഴിയുകയാണെങ്കിൽ എന്ന് എനിക്ക് മാറേണ്ടി വരും. അപ്പൊ അവിടെ 2 വർഷം കൂടുമ്പോ ഇത് വരും, എലക്ഷൻ വരും, അല്ലെങ്കിൽ അവിടെ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഓരോ 2 വർഷം കൂടുമ്പോഴും 6 വർഷം ടെന്യൂർ കംപ്ലീറ്റ് ആയ ആൾക്കാര് മാറ്റിക്കൊണ്ടിരിക്കും രാജ്യസഭയില്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചോ എന്നാണ് എനിക്കിപ്പോ സംശയം. ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ? അറ്റോർണി ജനറൽ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? എന്താണ് അത്? അല്ലെങ്കിൽ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ലോക്സഭ സ്പീക്കർ. ഇതിൽ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ്. നോക്കൂ, ഇനി ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ അറ്റോർണി ജനറലിന്റെ ഡ്യൂട്ടി? അദ്ദേഹമാണ് നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ട ചീഫ് ലീഗൽ അഡ്വൈസർ. അഡ്വൈസിന്റെ കാര്യങ്ങളിൽ, ലീഗൽ ടേംസിന്റെ പേരിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ സഹായിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ആര് അഡ്വൈസ് ചെയ്യുന്നത്? ആരുടെ ഡ്യൂട്ടി? അറ്റോർണി ജനറലിന്റെ ഡ്യൂട്ടിയാണ് ലീഗൽ കാര്യങ്ങളിൽ. റൈറ്റ്. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ലോവർഡ് ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 to 18? നമ്മളുടെ വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18-ലേക്ക് കുറച്ച കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഏതാണെന്നാ ചോദിച്ചത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അതൊരു ആക്ട് ആയിട്ട് വന്നു. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി 21 വേണ്ട, അമെൻഡ് ചെയ്ത് 18-ലേക്ക് ആക്കാം എന്ന് നമുക്ക് പറയുന്നു. അപ്പോൾ അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. 42, 44, 61, 73. ഒരു സംശയം വേണ്ട, കണ്ണടച്ച് കുത്തിയേക്ക്. 61 ആണ്. 61-ലാണ് പറഞ്ഞിരിക്കുന്നത് 21 വയസ്സ് എന്നുള്ളത് 18 വയസ്സിലേക്കാക്കാം. ഇപ്പൊ വേറെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണ പ്രായം
എത്ര വേണം എന്നുള്ളത്. ഇപ്പൊ 18 വയസ്സ് വേണോ 21 വയസ്സ് വേണോ എന്നുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറ്റുകയാണെങ്കിൽ കമന്റിൽ പറഞ്ഞു. ഞാൻ എപ്പോഴും ചർച്ച ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോ എത്രയാണ് ഒരു നല്ല വിവാഹ പ്രായം? 18 വയസ്സ് വേണോ 21 വയസ്സ് വേണോ? വാട്ട് ഈസ് ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ ലോക്സഭ? ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറയാല്ലേ, എത്ര സീറ്റ് ഉണ്ട് ലോക്സഭയിൽ എന്ന് ചോദിച്ചാൽ മതി, എത്ര കസേര ഉണ്ടെന്ന് ചോദിച്ചാൽ മതി. എങ്ങനെ ആയാലും മാക്സിമം സ്ട്രെങ്ത് അങ്ങനെ പറയാമല്ലോ. എത്ര കസേരയുണ്ട് ലോക്സഭയിൽ? 500, 545, 552, 600. എത്ര സീറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ചെയർ ഉണ്ട് ലോക്സഭയിൽ? 552 ചെയറുകൾ, 552 ആൾക്കാരാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അവിടെ നിന്നാണ് പിന്നീട് പ്രസിഡന്റ്, സോറി, പ്രൈം മിനിസ്റ്ററിനെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആൾക്കാരൊക്കെ പിന്നീട് അവരുടെ തലവനെ തെരഞ്ഞെടുക്കും. വാട്ട് ഡസ് ആർട്ടിക്കിൾ 370 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പെർട്ടൈൻ ടു? ആർട്ടിക്കിൾ 370 എന്തിനെ സംബന്ധിച്ചാണ്? ഏറ്റവും ഫേമസ് ആയിട്ട്, അത് നല്ല രീതിയിലും മോശം രീതിയിലും ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. 2021 അല്ലെങ്കിൽ 2021, 2022 ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ജമ്മു ആൻഡ് കാശ്മീർ, റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്, DPSP. ഇതിൽ ഏതിന് പ്രകാരമാണ് ആർട്ടിക്കിൾ 370 വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏതാ? നമ്മളുടെ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ജമ്മു ആൻഡ് കാശ്മീരിന് പ്രകാരമാണ് ഇത് വരുന്നത്. സോറി, ഓക്കെ. അപ്പൊ 370 എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന്റെ പ്രൊവിഷൻസ്, അത് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. വെൻ വാസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ്? 1947, 1950, 1952, 1960. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇന്ത്യയിലെ അഡോപ്റ്റ് ചെയ്തത് 1950-ലാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനുവരി 26, 1950 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അപ്പോഴാണ് ഈ ആൾക്കാർ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആൾക്കാരും അസംബ്ലിയിലെ ആൾക്കാരൊക്കെ ഇത് എഴുതി കഴിയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര വലിയ ബൾക്കി സാധനമല്ലേ, അത് എഴുതി കഴിയണ്ടേ. അപ്പൊ അവർക്ക് കഷ്ടി 2 വർഷം 11 മാസം 18 ദിവസം എന്തോ എടുത്തു എന്നാണ് എന്റെ ഓർമ്മ. 17 ദിവസമോ 18 ദിവസമോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതും ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്, എത്ര എത്ര കാലം എടുത്തു എന്നുള്ളത്. അപ്പൊ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് മാത്രമേ നമുക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അത്രയും 2 വർഷം 11 മാസത്തിന് പിന്നിലുള്ള ഡേറ്റ് നമ്മൾ ഓർത്തിരിക്കുകയും വേണം. അപ്പൊ 1950-ലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത്. ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദെയർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇത് നമ്മൾ നേരത്തെ ചോദിച്ച പോലെ എത്ര പാർട്ടുകൾ ഉണ്ട് എന്ന് നമ്മൾ ചോദിച്ചു. ഇനി എത്ര ഷെഡ്യൂളുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് രണ്ടും രണ്ടാണ്. ഷെഡ്യൂളുകൾ എത്രയുള്ള? 20, 25, 12, 8. എത്ര ഷെഡ്യൂളുകൾ ഉണ്ട്? 12 ഷെഡ്യൂളുകൾ ആണ് ഉള്ളത്. എത്ര പാർട്ടുകൾ ഉണ്ട് എന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗിൻസ് വിത്ത് വിച്ച് വേർഡ്സ്? പ്രിയാമ്പിൾ എങ്ങനെയാ തുടങ്ങുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ടാണ് നമ്മുടെ പ്രിയാമ്പിൾ തുടങ്ങുന്നത്. ഇനി ഹൗ മെനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഗ്യാരണ്ടീഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ നേരത്തെ ഫണ്ടമെന്റൽ റൈറ്റുകൾ 6 ഉണ്ടെന്ന് പഠിച്ചു. ഇനി എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? ഈ എത്ര ഡ്യൂട്ടീസ് നമ്മൾ പണിയെടുക്കുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഒരു ഡ്യൂട്ടി ഇന്ത്യക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല അല്ലേ, നമ്മൾ മിടുക്കന്മാരാ. ഓക്കെ, 4 ആണോ 10 ആണോ 11 ആണോ 12 ആണോ? എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്? എത്ര ഉണ്ട്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്, മറക്കരുത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റുകൾ 6, അത് എടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തു നിന്നാണെന്ന് ആലോചിക്കണം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എത്ര ഉണ്ടെന്ന് ആലോചിക്കണം. അത് എവിടുന്ന് എടുത്തു എന്ന് ആലോചിക്കണം. റൈറ്റ്. അപ്പോൾ അടുത്തൊരു സെഷനിലുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ കുറെ കാര്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള സെഷന് വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കുറെ വിഷയങ്ങൾ, അത് കുറച്ച് ചോദ്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഉണ്ടായിരിക്കുക. എന്തായാലും നമുക്ക് ആ ഒരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.